3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ വേണ്ടി മുന്നേ ജിനു ഓഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കോ, അതോടൊപ്പം രേഖാചിത്രം, പിന്നെ ഇന്നലെ റിലീസായ പ്രാവൻകൂട് ഷാപ്പ് എന്നീ സിനിമകളുടെ കളക്ഷനാണ്. നമുക്ക് ആദ്യം തന്നെ മാർക്കോ എന്ന സിനിമയുടെ കളക്ഷനിലൂടെ പറഞ്ഞു തുടങ്ങാം. ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് 29ാമത്തെ ദിവസമാണ്. സിനിമയ്ക്ക് 28 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഏകദേശം 102 കോടിയോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 100 CR ഈ ഒരു ചിത്രം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ചേക്കേറിയതാണ്. ഇപ്പോൾ ഇതാ ട്രാക്കഡ് കളക്ഷനിലും ഈ ഒരു സിനിമയ്ക്ക് 100 CR തൊടാൻ വേണ്ടി സാധിച്ചു. മലയാളത്തിൽ ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രത്തിന് കിട്ടിയ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് മാർക്കോ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. ഇന്നലെ തിയേറ്ററിലെത്തിയ മൂവിയാണല്ലോ പ്രാവൻകൂട് ഷാപ്പ്. ഈ ഒരു സിനിമക്ക് റിലീസിന്റെ മുന്നേ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ റിലീസായ സമയത്ത് രണ്ട് അഭിപ്രായമാണ് സിനിമക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസം 1,56,00,000 രൂപയാണ് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചിരിക്കുന്നത്. 1,80,00,000 രൂപയാണ് ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടിയോളം രൂപയാണ്. പ്രതീക്ഷിച്ച ആ ഒരു കളക്ഷൻ ലെവലിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാൻ സാധിച്ചില്ല. മികച്ച ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷൻ ടീമാണ് ഈ ഒരു സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചത്. അൻവർ റഷീദാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഷൈജു ഖാലിദാണ് സിനിമയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു ടെക്നിക്കൽ സിനിമ എന്നാണ് കണ്ട ആൾക്കാർ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയാലും കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് അവസാന ഘട്ടത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ വലിയൊരു റെസ്പോൺസ് കിട്ടാതെ പോയതും തിയേറ്ററിൽ കളക്ഷനിൽ നല്ല ഇടിവ് വന്നിരിക്കുന്നതും. ആസിഫ് അലി നായകനായി 9-ാം തീയതി തിയേറ്ററിലെത്തിയ മൂവിയാണല്ലോ രേഖാചിത്രം. ചിത്രം ഇപ്പോൾ 9-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സിനിമയുടെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. 8 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് 16,50,00,000 രൂപയാണ്. ഇന്നലെ 8ാമത്തെ ദിവസവും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 95 ലക്ഷത്തോളം രൂപ നേടാൻ സാധിച്ചു. ചിത്രത്തിന്റെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 38,50,00,000 രൂപയാണ്. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം രേഖാചിത്രം തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നു. കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയിലൂടെ വലിയ വിജയം കൈവരിച്ച ആസിഫ് അലിക്ക് ബാക്ക് ടു ബാക്ക് വലിയ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് എത്തപ്പെടുന്ന കാഴ്ചയാണ് 2025 നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ 50 CR ഉറപ്പിച്ചിരിക്കുന്നു വേൾഡ് വൈഡ് കളക്ഷനിൽ. അതും കഴിഞ്ഞ് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീക്കെൻഡ് കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീക്കെൻഡോട് കൂടെ സിനിമ 50 CR ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും 50 കോടിയും കടന്ന് ഒട്ടേറെ കളക്ഷൻ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.